അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമാണ് വരുന്ന ജൂൺ 26, അഥവാ നാളെ വ്യാഴാഴ്ച. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് 1926 രൂപം കൊള്ളുന്നത്. വലിയ കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്ന സംഘടന ഇന്നും വലിയ പ്രൗഢിയോടെ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വല്ലാത്ത ആത്മാഭിമാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 1926 എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണോ സംഘടന രൂപം കൊണ്ടത്, അതേ ആശയത്തിൽ ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതും, സമൂഹത്തിൽ ഒരുപാട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊണ്ടുവന്നു എന്നുള്ളതും, ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ സമസ്ത ഇടപെടുന്നുണ്ട് എന്നുള്ളതും വലിയ ഒരു ആശ്വാസവാഹകമായ ഒരു കാര്യമാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമൂഹം എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്നുള്ളതിൻ്റെ വലിയൊരു ഉത്തരമാണ് അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലെയുള്ള മഹിതമായ ഒരു പ്രസ്ഥാനമില്ലാത്തത് കൊണ്ടാണെന്ന്. 1926 നാട്ടിൽ വല്ലാതെ സുന്നത്ത് ജമാഅത്തിന് ഭിന്നമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പുത്തൻ ആശയങ്ങളുമായി ആളുകൾ കടന്നു വന്നപ്പോൾ നെല്ലും പതിരും തിരിച്ചറിയാൻ വേണ്ടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വലിയ പണ്ഡിത സാദാത്തുകൾ, പണക്കാട് തങ്ങൾ സയ്യിദന്മാർ ഉൾപ്പെടെയുള്ള വലിയ പണ്ഡിത നേതൃത്വം, ഉമറാവും ഉലമാവും ചേർന്നിരുന്ന് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ്. ഇന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റായിട്ടും മഹാനായ പ്രൊഫസർ കെ അലിക്കുട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറിയായും കൊയ്യോട് പി ഉമർ ഉസ്താദ് ട്രഷററായും വർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ 99 വർഷവും പിന്നിട്ട് 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇത് കഴിയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ 100 വർഷങ്ങൾ, ഒരു നൂറ്റാണ്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ വലിയ മുന്നേറ്റങ്ങൾ, വലിയ വിപ്ലവങ്ങൾ, വലിയ വിദ്യാഭ്യാസ വിസ്ഫോടനങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി എന്നുള്ളത്, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒരു കോംപ്രമൈസും ചെയ്യാതെ മുന്നിൽ നിന്നു എന്നുള്ളത് പ്രസ്ഥാനത്തെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാക്കുന്നു. സമസ്തയുടെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിയ ഒന്നാണ് മദ്രസകൾ എന്ന് പറയുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ബീജാവാഹം നൽകിയത് മുതൽ 1954 മുതലാണ് നമ്മുടെ നാട്ടിൽ മദ്രസകൾ സജീവമാകാൻ തുടങ്ങിയത്. നിലവിൽ കേരളത്തിനകത്തും പുറത്തും, വിശേഷ ഇന്ത്യക്ക് പുറത്തുമായി 11 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന വലിയ വിപുലമായ ഒരു സംവിധാനമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ വളർന്നു കഴിഞ്ഞു. ഓൺലൈനായും ഓഫ്ലൈനായും കുട്ടികൾക്ക് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള സിലബസ് അനുസരിച്ച് മതവിദ്യയുടെ ആദ്യപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പുതിയ വർഷത്തിൽ, ഈ അധ്യയന വർഷത്തിൽ സിലബസ് പരിഷ്കരണം ഉൾപ്പെടെ നടത്തി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ജീവിതത്തിൽ നിർബന്ധമായും പകർത്തേണ്ട, ജീവിതത്തിൽ ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ട കാര്യങ്ങൾ സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്